ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റാഗി ലഡു, ടേസ്റ്റി ഹെൽത്തി ന്യൂട്രീഷ്യസ് റാഗി ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ലഡുവൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെയ്യ് ഉപയോഗിക്കുന്നതാണ് നല്ലത്, ഗീ. നെയ്യൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 കപ്പ് റാഗി പൗഡർ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ അത് ഇളക്കി കൊടുക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം. പൗഡർ നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു. ഞാൻ ഇവിടെ ടോട്ടൽ 1.5 കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1.5 കപ്പ് റാഗി പൗഡറും ചേർത്ത് കൊടുത്തു. ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈയെടുക്കാതെ. ഇല്ലെങ്കിൽ അടിക്ക് പോകാൻ സാധ്യതയുണ്ട്, കരിയാൻ സാധ്യതയുണ്ട്. കൈയെടുക്കാതെ ഇങ്ങനെ ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഏകദേശം കുറച്ച് ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചിരകിയത് കൂടി 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണോ അതിൽ കൂടുതലോ 3-4 ടേബിൾ സ്പൂൺ തേങ്ങ വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റാഗി പൗഡർ ഇവിടെ വറന്ന് വന്നിട്ടുണ്ട്. നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇവിടെ. അതൊരു വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് തണുക്കാനായിട്ട് അനുവദിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിലക്കടല ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നിലക്കടലയും ബദാമും അണ്ടിപ്പരിപ്പും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണിത്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ലഡുവാണിത്. ആക്കി നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ നമുക്ക് ഫ്രിഡ്ജിലോ പുറത്തോ സൂക്ഷിച്ചു വെച്ചാലും കേടുവരാതെ ഇരിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ നിലക്കടലയൊന്ന് ചൂടാക്കിയെടുത്തു. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. വീണ്ടും നമുക്ക് നിലക്കടല ഒന്നുകൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കാം. നിലക്കടലയുടെ തൊലിയൊക്കെ നമുക്ക് എടുത്തു കളയേണ്ടതാണ്. തൊലി കളഞ്ഞതാണ് നമ്മൾ അവസാനം പൊടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെല്ലം വേണമെങ്കിൽ നേരിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഉരുക്കിയെടുത്തും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വെല്ലം കുറച്ച് ഉരുക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കിട്ടുന്ന വെല്ലം അധികം മണ്ണൊന്നും ഇല്ലാത്ത വെല്ലമാണ്. നേരിട്ടും ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നാട്ടിൽ കിട്ടുന്ന വെല്ലത്തിലൊക്കെ മണ്ണും കല്ലുമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അരിച്ചെടുത്ത് ചേർക്കേണ്ടതാണ്. ഇവിടെ ഏകദേശം 100 ഗ്രാം വെല്ലമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്തത് അധികം ലൂസാവാൻ പാടില്ല. ഒരു നൂൽ പരുവത്തിലാകുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. നട്ട്സ് അധികം പൊടിച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്ര നട്ട്സ് ചേർക്കുന്നത് അത്രയും ഹെൽത്തി ആയിരിക്കും ലഡു. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വെല്ലമൊക്കെ ജാഗരി ഇവിടെ ഉരുകി ശരിയായി വരുന്നുണ്ട്. ഒരു നൂൽ പരുവത്തിലാകുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു നൂൽ പരുവത്തിലായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നൂൽ പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് നമ്മുടെ വെല്ലം കുറുക്കിയെടുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുന്നതോടെ, അധികം തണുക്കാൻ പാടില്ല, കുറച്ച് തണുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇത് റാഗി പൗഡറിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. വളരെ ചൂടോടുകൂടി ചേർക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റൂ. പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് മണ്ണും കല്ലും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഒഴിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പ വെച്ച് ഒഴിച്ചു കൊടുത്താലും മതി. നമുക്ക് നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം ഒരു 10-12 ബദാമും 10-12 കാഷ്യൂ നട്ടുമാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിലക്കടലയും.
ബാക്കി വരുന്ന വെല്ലം ഉരുക്കിയത് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം തണുക്കാതെ തന്നെ നമുക്ക് കുറച്ച് തണുക്കുമ്പോൾ തന്നെ ഇളം ചൂടോടുകൂടി ബോളുകളാക്കി മാറ്റണം. ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തതോ കറുത്തതോ ആയ ഏത് എള്ളും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇളം ചൂടധികം ആറാൻ പാടില്ല. ചെറിയ ചൂടോടു കൂടി തന്നെ ഉണ്ടകളാക്കി എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഷേപ്പിൽ എടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഉറച്ചു പോവാൻ സാധ്യതയുണ്ട്. ഇളം ചൂടുള്ള സമയത്ത് തന്നെ നമുക്ക് ഓരോ ബോളുകളാക്കി മാറ്റാം. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. അവർക്ക് ഇത് കഴിച്ചാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ കഴിച്ചോളും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. നമുക്ക് ഇതൊക്കെ എല്ലാം ഒന്ന് ഷേപ്പ് ബോളുകളാക്കി മാറ്റിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലേക്ക് മാറ്റാം. ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. എന്നാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരാഴ്ചയോളം പുറത്ത് തന്നെ ഇരിക്കും, കേടുകൂടാണ്ട് തന്നെ. ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ എടുത്തു കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.